യെശയ്യാവ് 43:20. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നു. ദൈവീക തിരഞ്ഞെടുപ്പിലുള്ള ജനങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണം, കരുതൽ ഏത് പ്രതികൂല സാഹചര്യത്തിലായാലും അത് വെളിപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ബാബിലോണിലെ പ്രവാസത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലൂടെ കടന്നു പോകേണ്ടി വരുമായിരുന്നു. അവിടെ വെള്ളം കിട്ടുക അസാധ്യമായിരുന്നു. എന്നാൽ അവിടെ ദൈവം അവർക്കായി കരുതി അസാധ്യത്തെ സാധ്യമാക്കി. സ്വന്തം പുത്രൻ്റെ ജീവനെ നൽകി വീണ്ടെടുത്ത തൻ്റെ സ്വന്തം ജനത്തെ എത്രയധികം ശ്രേഷ്ഠതയോടെ എല്ലാ പ്രതികൂലത്തിൻ്റെ നടുവിലും വഴി നടത്തും. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. കർത്താവിനെ അറിയാതെ ഉപേക്ഷിച്ച് നടക്കുന്നവരിൽ ഈ കരുതൽ കാണുവാൻ, അനുഭവിക്കുവാൻ സാധിച്ചു എന്ന് വരികയില്ല. മരുഭൂമി വെള്ളമില്ലാത്ത ഇടമാണ്. നിർജ്ജന പ്രദേശം ജനവാസമില്ലാത്ത ഇടം. അവിടെയൊക്കെ വെള്ളവും നദികളുമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അത്ര സാധാരണയായ ഒരു കാര്യമല്ല. നിരാശാജനകമായ അവസരങ്ങൾ, നിർജ്ജന പ്രദേശം പോലെ മറ്റാരെയും സഹായത്തിന് കാണുവാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ ദൈവം തന്നെ അവർക്കായി കരുതുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിന് തൻ്റെ മകന് പകരമായി യാഗം ചെയ്യുവാൻ ഒരു ആടിനെ കരുതിയ ദൈവം, ഹാഗാറിനും കുഞ്ഞിനും വേണ്ടി മരുഭൂമിയിൽ ഒരു ഉറവ കരുതിയ ദൈവം, പാപത്തിൻ്റെ വരൾച്ചയിലായിരുന്ന ലോകത്തിന് ക്രിസ്തുവിലൂടെ കൃപയും പുതുജീവനും കരുതിയ പിതാവായ ദൈവം, ഈ ദൈവം ഇന്നും നമുക്കായി പ്രവർത്തിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് സമൃദ്ധി തരുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പഴയതിനെ നമുക്ക് ഓർക്കാതെ നമുക്കായി ദൈവം കരുതിയിരിക്കുന്ന പുതുമയെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. സങ്കീർത്തനം 107:35 അവൻ മരുഭൂമിയെ ജലാശയവും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഈ ദൈവിക കരുതൽ അനുഭവിക്കുവാനിടയായി. യെശയ്യാവ് 41:18 ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നേർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും എന്നെഴുതിയിരിക്കുന്നു. ഇത്രമാത്രം നമ്മെ കരുതുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ജീവിതത്തിൽ എത്ര വരൾച്ച നേരിട്ടാലും, ഏകാന്തത, ശൂന്യത നേരിട്ടാലും അവിടെ ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് പ്രത്യാശയോടെ, ഉറപ്പോടെ, വിശ്വാസത്തോടെ ആയിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ കരുതലുകൾക്കായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.